ഹലോ ഫ്രണ്ട്സ്, ഒരു മലേഷ്യൻ യാത്രാ വിവരണമാണ്. മലേഷ്യ പോയ സമയത്ത് ബുദ്ധക്ഷേത്രത്തിലൊന്ന് കയറാൻ പറ്റി. അപ്പോൾ ബുദ്ധക്ഷേത്രത്തിലേക്ക് പോണ വൈകിയാണ് വാട്ട് ബുദ്ധ ജയന്തി എഴുതിച്ചിരിക്കണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നുള്ളൊരു കണ്ടീഷൻ ലൈൻ നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആർക്കും കയറാം. നമ്മളെ ഇതാണ്ടല്ലേ, ഇതാണ് സാക്ഷാൽ ബുദ്ധ ക്ഷേത്രം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ രണ്ടാൾക്കാരിങ്ങനെ നിൽക്കേണ്ടതാണ്. അടിപൊളി സെറ്റപ്പാണ്, ഒരു ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല കാഴ്ചയാണ്, ഫുള്ള് സൈലൻ്റാണ്, സൈലൻ്റ് വാലി. ഇതാണ്ടില്ലേ, ക്ഷേത്ര കവാടത്ത് തന്നെ രണ്ട് സാധനം, എന്താണ്, സിംഹം നിൽക്കുന്നുണ്ട്. പിന്നെ ബുദ്ധക്ഷേത്രത്തിൻ്റെ നമ്മളെ നാട്ടിൽ കാണുന്ന ക്ഷേത്രമാതിരി തന്നെയാണ്, പക്ഷേ ഒന്നുകൂടി ഒന്ന് കളർഫുള്ളാണെന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ചിത്രങ്ങളാണ്, ബുദ്ധനും ടീമും ഇരിക്കുന്ന സാധനങ്ങളാണ് മൊത്തം ഉള്ളതാ. അടിപൊളി സംഭവമാണ്. ഏതായാലും നമ്മളെ നാട്ടിലൊന്നും നമുക്കൊരു ബുദ്ധക്ഷേത്രം ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല. അതാ ഒരു പിന്നെ ബുദ്ധവിശ്വാസി ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള എന്തോ ഒരു സംഭവമാണ്. ഒരുപാട് ബിംബങ്ങൾ ഓരോ പുണ്യാളന്മാരാന്ന് തോന്നുന്നു. വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തുകൂടി ഒന്നാണ് കാണില്ല. നമ്മളെ യോദ്ധ സിനിമയിലൊക്കെ കണ്ട സാധനം, മറ്റേ ഒരു മണിയടിക്കണ സാധനം കണ്ടില്ല. അതൊക്കെ ഒന്ന് ആദ്യമായിട്ട് കാണുക നമ്മൾ. എന്തതിന് ബുദ്ധമണി തന്നെ അതിൻ്റെ പേരും, അല്ല ബുദ്ധ ജയന്തി എന്ന് എഴുതിച്ച്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ വേറൊരു നമ്മളെ 10 കൈയുള്ള മറ്റേ ദേവി പ്രതിമ ഉണ്ടല്ലോ, ദേവി പ്രതിമമായിട്ടുള്ള ഒരു ബുദ്ധൻ്റെ തന്നെ ഇതാണ്. കുറേ കൈകൾ വയ്യിലുണ്ട്. അതിന് ബാക്കിലുള്ള, അതായത് നമ്മളെ മെയിൻ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ വേറൊരു ഇത് കെട്ടിയുണ്ടാക്കി അവിടെയുള്ള സംഭവമാണ്. ഇതാണ് ബുദ്ധക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സൈഡ് ഭാഗത്തു നിന്നും നോക്കിയപ്പോൾ കണ്ടത്. ഇത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊന്ന് കടന്ന് പിന്നെ വെള്ളക്കുപ്പിയെ കൊണ്ടുവച്ചാണ് വരുന്നവർക്ക് കുടിക്കാൻ. ഇവിടെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതാണ് മെയിൻ സംഭവം, മെയിൻ ബുദ്ധൻ. അതിൻ്റെ താഴത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. ആ സൈഡിൽ പൂജാരി, ആ കാണുന്നതാണ് പൂജാരി ദർശനം കൊടുക്കുന്നത്. ഭയങ്കര ഒരു സൈലൻ്റ് മൂഡാണ്. ശരിക്ക് നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൻ്റെ കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു ബുദ്ധന്മാരുടെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ഇത് പ്രതിഷ്ഠ ആണോ അല്ലെങ്കിൽ വേറെന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഏതായാലും അടിപൊളിയാണ്. അതാ ദർശനം കൊടുക്കണതാ, ചരട് കെട്ടി കൊടുക്കുകയാണ്. ചരടാണ് സംഭവം. വരുന്നവർക്ക് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര പൂജാരി ചരട് കെട്ടി കൊടുക്കുന്നുണ്ട്. ബുദ്ധൻ്റെ ചിത്രമുണ്ട്. നമ്മൾ ഇവിടെ കണ്ട ബുദ്ധൻ്റെ മാതിരിയുള്ള ചിത്രമല്ല, ഇവിടെ വേറെ ലെവൽ ബുദ്ധന്മാരാണ്. അതിൻ്റെ ഫ്രണ്ടിലുണ്ട് ഒരുപാട് വലിയ വലിയ സന്യാസിമാരാണല്ലോ, വലിയ ഷെയ്ഖന്മാരാണെന്ന് തോന്നുന്നു. അവരൊക്കെ ചിത്രം പുറത്ത് ഉണ്ട്, പ്രതിമകൾ. ദലൈലാമ ടീംസാണ് മൊത്തം, കണ്ടില്ലേ. ഓരോരോ പുണ്യാത്മാക്കളെ പ്രതിമ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ്. ചന്ദനത്തിരി ആട്ടം മെയിൻ. ചന്ദനത്തിരിൻ്റെ അയ്യൊരു കളിയാണ്. ചന്ദനത്തിരിയാണ് ഇവിടെ മെയിനായിട്ട് കത്തിക്കുന്നത്. ഫുള്ള് ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗവും പ്രതിമകളും ഫോട്ടോകളും ആയിട്ടുള്ള കളിയാണ്. അടിപൊളി സംഭവമാണ്. ഏതായാലും കണ്ടില്ല, ഇവിടെ ഉണ്ട് ഒരു പ്രതിമ. ഓരോരോ ദേവന്മാരാന്ന് തോന്നുന്നു. ആനപ്രതിമ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. പൂക്കൾ ആൾക്കാർ കൊണ്ടൊക്കെയുണ്ട്, എടുക്കുന്നുണ്ട്. ഏതായാലും വ്യത്യസ്തമായൊരു അനുഭവമാണ്. ബുദ്ധക്ഷേത്രം ആദ്യമായിട്ട് കാണാൻ അതിൻ്റെ ഒരു കൗതുകം വേറെ തന്നെ. ഇനി ആനകൾ പ്രതിമയാണ് ഫുൾ.
അതിനാത്ര പ്രതിമയുണ്ട്. ഇവിടെ ഒരു ബുദ്ധൻ എന്താ കൊടയും ചൂടിയിട്ട് നിൽക്കണം. ഇത് ഏതൊരു വലിയ മെയിൻ അമ്പലത്തിൻ്റെ സ്ട്രക്ചറാണ്. നമ്മളെ മക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബുദ്ധന്മാരെ ഏതൊരു മക്കയാണിത്. ഉണ്ടല്ലേ? ആർക്കിടെക്ചറിൻ്റെ മനോഹാരിത കാണാം. അതല്ല, അങ്ങനെ നമ്മൾ ബുദ്ധക്ഷേത്രം കണ്ട് ഒന്നും കൂടി അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ചു തരികയാണ്. ഇതാണ് മെയിൻ എൻട്രി. നേരെ കാണുന്നതാണ് ബുദ്ധൻ അവിടെ കിടന്ന് കത്തുന്നതാണ്, കത്തി ജ്വലിക്കുകയാണ്. ഏതായാലും നാനാത്വത്തിൽ ഏകന്തം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ.